യെസ്, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം അങ്ങനെ നമ്മളെല്ലാവരെയും മുൾമുനയിൽ നിർത്തിച്ചൊരു വിവാദമായിരുന്നു ഇ പി ജയരാജന്റെ പുസ്തകം എന്ന പേരിൽ ഇറങ്ങിയ ചില പുസ്തകത്തിലെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട വലിയ കോലാഹലങ്ങൾ വിവാദങ്ങളൊക്കെയാണ് നടന്നത്. അതിനുശേഷം പോലീസ് അന്വേഷണത്തിലേക്ക് കടക്കുകയുണ്ടായി. എന്തായാലും ഇ പി ജയരാജന്റെ പേരിലുള്ള പുസ്തക വിവാദത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടികൾ വൈകും എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുകയാണ്. DGP വിശദമായി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും നടപടി ഉണ്ടാവുക. തുടരന്വേഷണം വേണമെന്ന് LDF ആവശ്യപ്പെട്ടതോടെ പോലീസിനുമേൽ സമ്മർദ്ദമേറി. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, ഇ പി ജയരാജന്റെ മൊഴിയും DC രവിയുടെ മൊഴിയും രേഖപ്പെടുത്തിയെങ്കിലും ഇരുവരുടെയും മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. കരാറുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പോലീസ് ആദ്യം തന്നെ കണ്ടെത്തിയതാണ്. പിന്നീട് ഇവർ പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയത്. എന്തുകൊണ്ട് മറ്റ് തുടരന്വേഷണങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് കടക്കുന്നില്ല? ജിൽസി, കോട്ടയത്ത് നിന്നും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വസ്തുതാ വിവരണ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ആർക്കെതിരെങ്കിലും കേസെടുക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ശുപാർശകളോ ഉണ്ടായിട്ടില്ല. പ്രാഥമികമായുള്ള വിവരങ്ങൾ മാത്രമാണ് ഈ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. ഇപി, അതോടൊപ്പം ജീവനക്കാരുടെ മൊഴി, DC രവിയുടെ മൊഴി എന്നിവ മാത്രമാണ് ഇതിലുള്ളത്. ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളോ നടപടികളോ ഒന്നും ഈ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് DGP ഓഫീസ് നിലപാടെടുത്തിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ DGP റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം പഠിച്ച ശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. പ്രത്യേകിച്ച് LDFന്റെ ഭാഗത്തുനിന്ന് LDF കൺവീനർ അടക്കം തുടരന്വേഷണം വേണം ഇക്കാര്യത്തിൽ എന്ന് ശക്തമായ നിലപാടെടുത്തിരിക്കുന്നത് വലിയ രീതിയിൽ പോലീസിന് മേൽ സമ്മർദ്ദമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു നിയമോപദേശം വേണമെങ്കിൽ ആവശ്യമെങ്കിൽ പോലീസ് സ്വീകരിച്ച ശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇപി ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ താൻ ആരുമായി കരാറിൽ ഏർപ്പെട്ടിട്ടില്ല എന്നത് കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും DC രവിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ DC ബുക്സിന്റെ ഭാഗത്തു നിന്നുമുള്ള മൊഴികളിൽ കൃത്യമായും ചില ആശയവിനിമയം നടന്നിട്ടുണ്ട്, ധാരണയിൽ എത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് DGP ഓഫീസ് നിലപാടെടുത്തിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിയും. ജോസി, അതായത് DC രവി കൊടുത്ത മൊഴി പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ധാരണയിൽ കരാറിലെത്തി എന്ന് പറഞ്ഞാൽ അതൊരു രേഖാമൂലമുള്ള കരാറിലായിരുന്നില്ല, പക്ഷേ പരസ്പരം സംസാരിച്ച് ധാരണയിൽ എത്തിയിരുന്നു എന്നുള്ള തരത്തിലുള്ള മൊഴിയാണോ DC രവി നൽകിയത്? തീർച്ചയായും ഈ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നതാണ്. അങ്ങനെ തന്നെയാണ് DC രവി മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് നേരത്തെ തന്നെ നമ്മൾ വാർത്തയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പ്രത്യേകിച്ച് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് DC ബുക്സിന് താല്പര്യമുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ഇപിയും ആശയവിനിമയം നടത്തിയിരുന്നു. പുസ്തകം തയ്യാറാക്കുന്നതിനുള്ള ചുമതല നൽകിയിരുന്നു. കൂടാതെ ഈ പുസ്തകം സംബന്ധിച്ച് കരാറിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടിയും നിരന്തരമായ ആശയവിനിമയം നടത്തിയിരുന്നു എന്നുള്ള കാര്യം ഇവർ DC ബുക്സ് അവകാശപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപി ഒരു മാധ്യമ പ്രവർത്തകനെ പുസ്തകം എഴുതാൻ ഏൽപ്പിച്ചിരുന്നു. അവിടെ നിന്നും ഇത്തരത്തിൽ എന്തെങ്കിലും ജോസി, അങ്ങനെയാണെങ്കിൽ അതിൽ മറ്റൊരു സംശയമുള്ളത്, അതായത് അന്ന് രാവിലെ, അതായത് അന്ന് ആ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെ പുസ്തക പ്രകാശനം നടക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ പുസ്തക പ്രകാശനത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കേണ്ടിയിരുന്ന ആളാണോ? അദ്ദേഹത്തിന്റെ പേര് അതിൽ പരാമർശിക്കപ്പെട്ടിരുന്നോ? ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ മാത്രമായിരുന്നു DC ബുക്സ് ഇത്തരത്തിലൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച് അറിയപ്പെട്ടത്. അത് ആ തെരഞ്ഞെടുപ്പ് തലേ ദിവസമായിരുന്നു. അന്ന് പിന്നീട് ഈ വിവാദമുണ്ടായ സമയത്ത് DC ബുക്സിന്റെ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു ചടങ്ങായി ഇത് ഉണ്ടാവില്ല, നേരെ മറിച്ച് പുസ്തകം വിപണിയിൽ എത്തിക്കുമെന്നാണ് അറിഞ്ഞത്. പിന്നീട് ഇപി പാടെ ഈ കാര്യങ്ങൾ നിഷേധിച്ചതിന് പിന്നാലെ ഈ DC ബുക്സ് മലക്കം പറയുന്നതാണ് പിന്നെ കണ്ടത്. സാങ്കേതിക കാരണങ്ങളാൽ പുസ്തക പ്രകാശനവും പ്രസിദ്ധീകരണവും അല്പം വൈകുമെന്നുള്ള തരത്തിലുള്ള നിലപാടാണ് പിന്നീട് സ്വീകരിച്ചത്. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യമുണ്ട് എന്നത് പ്രാഥമികമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പോലീസും ഇക്കാര്യത്തിൽ കേസെടുക്കുന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നുള്ള നിലപാടെടുത്തിരിക്കുന്ന DGP. തീർച്ചയായിട്ടും ജോസി, എന്തായാലും കൂടുതൽ വ്യക്തത വരുത്തണം എന്നുള്ള തന്നെയാണ് DGPയുടെ നിലപാട്. പല കാര്യങ്ങളിലുള്ള ചോദ്യങ്ങൾക്ക് ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു പുസ്തക പ്രകാശനം നടത്തുന്നുണ്ടെങ്കിൽ അത് ഇ പി ജയരാജന്റെ അസാന്നിധ്യത്തിലാണോ നടത്താൻ പോകുന്നത്? പ്രത്യേകിച്ച് ഈ പുസ്തകത്തിന്റെ PDF കോപ്പികൾ എല്ലായിടത്തും വാട്സപ്പ് വഴിയൊക്കെ എത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നീട് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് എന്തിന് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. അപ്പോൾ ഇ പി പറയുന്നതാണോ, അപ്പോൾ DC ബുക്സിന്റെ വാദമാണോ അംഗീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസിന് തന്നെ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.